വഖഫ് നിയമത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കുന്നവരെ നിർദാക്ഷിണ്യം അടിച്ചമർത്തണമെന്ന് സന്തോഷ് പണ്ഡിറ്റ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട് എന്ന് കരുതി അതിന്റെ മറവിൽ മറ്റുള്ളവരുടെ സ്വൈരജീവിതവും സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്നവരെ നിർദാക്ഷിണ്യം അടിച്ചമർത്തുക തന്നെ വേണം. പൊതുമുതൽ നശിപ്പിക്കുന്ന സമരം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാതൃകാപരമായ സഹന സമരമാണ് പ്രതിഷേധക്കാർ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: പണ്ഡിറ്റിന്റെ സാമൂഹിക നിരീക്ഷണം. മമതാ ബാനർജി മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ അപലപിക്കുന്നു. അവിടെ ബംഗാൾ ഗവൺമെന്റിനെയോ ഇന്ത്യ ഗവൺമെന്റിനെയോ അംഗീകരിക്കുന്നവർ കുറവാണെന്ന് സംശയിക്കുന്നു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട് എന്ന് കരുതി അതിന്റെ മറവിൽ മറ്റുള്ളവരുടെ സ്വൈരജീവിതവും സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്നവരെ നിർദാക്ഷിണ്യം അടിച്ചമർത്തുക തന്നെ വേണം. പൊതുമുതൽ നശിപ്പിക്കുന്ന സമരം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാതൃകാപരമായ സഹന സമരമാണ് പ്രതിഷേധക്കാർ സ്വീകരിക്കേണ്ടത്. ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ വീണ്ടും സംഘർഷമുണ്ടായി. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഇതിന് പിന്നിൽ ബംഗ്ലാദേശിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണോ എന്ന് പോലീസ് അന്വേഷിക്കണം. പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും കത്തിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മമതയുടെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നിലവിൽ ആക്രമണങ്ങൾ തടയുവാൻ വലിയ പരാജയമാണ്. ഇത് മനസ്സിലാക്കി ഉടനെ കേന്ദ്ര സർക്കാർ മിലിറ്ററിയെ അവിടെ ഇറക്കി സമാധാനം പുനഃസ്ഥാപിക്കണം. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം തന്റെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന് മമത പറഞ്ഞതോടെയാണ് അക്രമങ്ങൾ തുടങ്ങിയത്. മുൻപ് മണിപ്പൂരിനു വേണ്ടി മോങ്ങിയ സാംസ്കാരിക നായകർ മുർഷിദാബാദ് ആക്രമണം അറിഞ്ഞ മട്ടില്ല. വാൽകഷ്ണം. ഈ വാർത്ത അറിഞ്ഞ ചില ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗാൻഡ സിനിമ എടുക്കാറുള്ള ചില സംവിധായകരും ചില നടന്മാരും വളരെ ഹാപ്പിയാണെന്ന് കേട്ടു. മുർഷിദാബാദിൽ ആയിരങ്ങൾ കൊല്ലപ്പെടണേ എന്നവർ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ ഉടനെ ചില വിദേശ സംഘടനകളിൽ നിന്നും പണം വാങ്ങി ഇന്ത്യ വിരുദ്ധ മലയാളം മാസ് പടം പ്രതീക്ഷിക്കാം. അതിലൂടെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് 300 കോടി ചിലർ ഉണ്ടാക്കും. നോക്കിക്കോ.